പരിപാവനമായ റമളാൻ മാസം, ആ റമളാൻ മാസത്തിൻ്റെ റഹ്മത്തിൻ്റെ 10 അത് നമ്മളോട് വിട പറയാൻ ഏതാനും ദിനങ്ങൾ, ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് നമ്മളിൽ ബാക്കിയുള്ളത്. അതിനു മുന്നേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ റമളാനിൽ കൊടുക്കുന്ന സ്വതക്കകൾ, നമ്മുടെ വീട്ടിൽ ഒരുപാട് പിരിവുകാർ വരും, പാവപ്പെട്ടവർ വരും. ഈ സമയത്ത് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്വതക്ക കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു ചെറിയ ദുആ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്നാൽ, നിങ്ങൾ നാവ് കൊണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വമ്പൻ നേട്ടങ്ങൾ, അത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും. ഞാൻ ഈ സ്ത്രീകളെ മാത്രം ഉദ്ദേശിച്ച് പറയാനുള്ള കാരണം, സ്ത്രീകളാണല്ലോ വീട്ടിലുള്ളത്. അപ്പോൾ വീട്ടിലിങ്ങനെ ഒരുപാട് പിരിവുകാർ വരുമ്പോൾ പ്രത്യേകിച്ച് ഉമ്മമാരും അതുപോലെ സഹോദരിമാരും ഈ ഒരു ദുആ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നാൽ വമ്പൻ നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ട്. അത് എണ്ണി ഇൻഷാ അല്ലാഹ് നമുക്കിതിൽ പറയാം. സ്വതക്ക കൊടുക്കുന്ന ഓരോ ആളുകളും പ്രത്യേകം കേട്ടിരിക്കേണ്ട, ഈ റമളാൻ മാസത്തിന്റെ റഹ്മത്ത് വിട പറയുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കൂട്ടം ശ്രേഷ്ഠതയുള്ള കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അവസാനം വരെ കാണണേ, മറ്റുള്ളവർ കൂടി ഇത് എത്തിച്ചു കൊടുക്കണേ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, കരുണാവാരിധിയായ പടച്ച തമ്പുരാൻ നമ്മുടെ എല്ലാവരുടെയും പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ നോമ്പ്, മറ്റ് സൽക്കർമ്മങ്ങൾ, നമസ്കാരം, ഖുർആൻ പാരായണം, നമ്മുടെ ഈ മജ്ലിസുകൾ തന്നെ അല്ലാഹു തആല ഇതിൻ്റെയൊക്കെ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു തആല ഇന്ന് നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പിനെ സ്വീകരിക്കട്ടെ. ഓരോ ദിവസവും നമ്മൾ നിസ്കരിക്കുന്ന തറാവീഹ് നമസ്കാരങ്ങൾക്ക് വ്യത്യസ്തമായ പ്രതിഫലങ്ങളാണ്. ഓരോ തറാവീഹിനും വ്യത്യസ്തമായ പ്രതിഫലങ്ങളാണ്. ദുറത്തുൻ നാസിഹീൻ എന്ന കിതാബിൽ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിവായത്ത് ചെയ്യപ്പെടുന്ന ഒരു മുഴുനീള ഹദീസിൻ, വലിയൊരു ഹദീസിൻ്റെ ആശയം അങ്ങനെയാണ്. ഓരോ തറാവീഹ് നമസ്കാരത്തിനും വ്യത്യസ്തമായ പ്രതിഫലങ്ങളാണ്. അല്ലാഹു തആല നമ്മൾ നമസ്കരിക്കുന്ന നിസ്കാരങ്ങൾ, പ്രത്യേകിച്ച് തറാവീഹ്, മറ്റ് വിത്ർ, തഹജ്ജുദ്, എല്ലാത്തിനും അല്ലാഹു ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീഡിയോകൾക്ക് താഴെ ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്തുകൾ പറയുന്നു, വായിച്ചാൽ തീരാത്ത തരത്തിൽ ഒരുപാട് കമൻറ്റുകളാണ്. അല്ലാഹു തആല ആരൊക്കെ നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞു എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും മാറ്റിക്കൊടുക്കുമാറാവട്ടെ. എല്ലാ ഹലാലായ മുറാദും അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിപാവനമായ റമളാൻ മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിനങ്ങൾ, അൽഹംദുലില്ലാ 10 ദിനങ്ങളിൽ നിന്നും ഭൂരിഭാഗവും കഴിഞ്ഞുപോയി. ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണ് നമ്മളിൽ അവശേഷിക്കുന്നത്. റഹ്മത്തിൻ്റെ 10 വിട പറഞ്ഞാൽ നമ്മളിലേക്ക് വരുന്നത് മഗ്ഫിറത്തിൻ്റെ 10ആണ്. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും പാപമോചനം, നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകൾ, കുറ്റങ്ങൾ, അബദ്ധങ്ങൾ, അതൊക്കെ അള്ളാഹുവിലേക്ക് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യേണ്ട 10 ദിനങ്ങളാണ് ഇനി നമ്മളിലേക്ക് വരാനുള്ളത്. എന്ന് വെച്ചാൽ ഈ ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മൾ തൗബ ചെയ്യേണ്ട, നമ്മൾ അള്ളാഹുവിനോട് പാപമോചനം തേടേണ്ട എന്നല്ല അർത്ഥം. മറിച്ച് അതിന് ഒരു സ്പെഷ്യലായി അല്ലാഹു തആല ഒരു 10 ദിനം നമുക്ക് തരുകയാണ്. നമ്മൾ ചെയ്യുന്ന തെറ്റുകളും പാപങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു തരും. അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എന്നോട് തൗബ തേട്, നിങ്ങൾ എന്നോട് ഇസ്തിഗ്ഫാർ പറ, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. അങ്ങനെ വലിയ ഓഫറുള്ള ഒരു 10 ദിനങ്ങളാണ് നമ്മളിലേക്ക് വരുന്നത് ഇൻഷാ അല്ലാഹ്. നമുക്ക് ആ ഒരു സമയത്ത് എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇസ്തിഗ്ഫാർ പറയേണ്ടത് എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് ആ സമയത്ത് പറയാം. അപ്പോൾ ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലും നമ്മൾ ഈ റമളാനിൽ ഉസ്താദെ ഒരുപാട് ഞങ്ങൾ ദിക്ർ പറയുന്നു, സ്വലാത്ത് പറയുന്നു, തസ്ബീഹ് പറയുന്നു. ഈ റമളാനിൽ ഏറ്റവും കൂടുതൽ പറയേണ്ട ഇസ്മ ഏതാണ് എന്ന് ചില ആളുകൾ കമൻറ്റിലൂടെ ചോദിച്ചു. റമളാനിൽ പറയേണ്ട ഇസ്മ, ഒരു മനുഷ്യൻ റമളാൻ മാസത്തിലെ ളുഹ്ർ നമസ്കാരത്തിന് ശേഷം മനസ്സാന്നിധ്യത്തോടു കൂടി അവൻ 11 പ്രാവശ്യം ഒരു ഇസ്മ പറഞ്ഞാൽ, ഏതാണ് ആ ഇസ്മ? യാ ഖുദ്ദൂസു യാ അല്ലാഹ്, യാ ഖുദ്ദൂസു യാ അല്ലാഹ്, യാ ഖുദ്ദൂസു യാ അല്ലാഹ്. പരിശുദ്ധനായ അല്ലാഹുവേ, പരിശുദ്ധനായ റബ്ബേ എന്നർത്ഥം വരുന്ന യാ ഖുദ്ദൂസു യാ അല്ലാഹ് എന്ന ഇസ്മ 11 പ്രാവശ്യം റമളാനിൻ്റെ ഓരോ ദിവസം ളുഹ്ർ നമസ്കാരത്തിന് ശേഷം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലം അല്ലാഹു അവൻ്റെ ജീവിതം പരിശുദ്ധമാക്കുന്നതാണ്. അവർക്ക് കിട്ടുന്ന സമ്പത്ത് പരിശുദ്ധമാക്കുന്നതാണ്. അവൻ്റെ മക്കളെ അല്ലാഹു പരിശുദ്ധമാക്കുന്നതാണ്. അവൻ്റെ വീട് അല്ലാഹു ശുദ്ധിയാക്കുന്നതാണ്.
അതായത് പാപങ്ങളിൽ നിന്നും മാറി നിൽക്കാനുള്ള ഒരു തൗഫീക്ക് നമുക്കുണ്ടാകും. നമ്മുടെ വീടും നമ്മുടെ മക്കളും നമ്മുടെ മറ്റ് ഇടപെടലുകൾ എല്ലാം വളരെ കൃത്യവും അതുപോലെ തന്നെ അള്ളാഹുവിന് പൊരുത്തപ്പെട്ടതുമായി മാറാൻ ഈ ഒരു ഇസ്മ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഇത്രയും ദിവസം പോട്ടെ, ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ മറന്നു പോവാതെ ദുഹർ നമസ്കാരത്തിന് ശേഷം അവിടെ തന്നെ ഇരിക്കുക. ദിക്റും സ്വലാത്തൊക്കെ പറയാനുണ്ടല്ലോ, അതിൻ്റെ കൂടെ യാ ഖുദ്ദൂസ് യാ അല്ലാ, യാ ഖുദ്ദൂസ് യാ അല്ലാ, യാ ഖുദ്ദൂസ് യാ അല്ലാ എന്ന് പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. കച്ചവടത്തിൽ ഖൈറുണ്ടാവാനും അല്ലെ, നല്ല ചൂടുള്ള സമയമാണ്, അതുകൊണ്ട് ചൂടുമായി ബന്ധപ്പെട്ട് ആ ചൂടൊക്കെ ഒന്ന് മാറി മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു റാഹത്തുണ്ടാവാൻ, സന്തോഷമുണ്ടാവാൻ, നരകത്തിന്റെ ചൂടിൽ നിന്നും രക്ഷ കിട്ടാൻ ഒക്കെ നമുക്ക് പര്യാപ്തമാകുന്ന ഒരു ഇസ്മാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. യാ ഖുദ്ദൂസു യാ അല്ലാ, യാ ഖുദ്ദൂസു യാ അല്ലാ. ഇൻഷാ അല്ലാ അത് മറന്നു പോകരുത്. റഹ്മത്തിന്റെ അവസാനത്തെ ദിനങ്ങളിലൂടെയാണ് പോകുന്നത്. അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. കിട്ടിയിട്ടുണ്ടാവണം, നമുക്ക് കിട്ടണം. അതിനുള്ള ഒരുപാട് വഴികൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇൻഷാ അല്ലാ എൻ്റെ ഉമ്മമാരുടെ ശ്രദ്ധയിലേക്ക്, ഉപ്പമാരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്, നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസാണ്, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തിലുള്ള പടച്ചോൻ നമ്മളോട് കരുണ കാണിക്കും. ഈ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ റമളാൻ മാസത്തിൽ ഈ പറയുന്ന എൻ്റെയും കേൾക്കുന്ന നമ്മുടെ എല്ലാവരുടെയും വീട്ടിലേക്ക് പാവപ്പെട്ട ആളുകൾ വരാറുണ്ട്. അല്ലെങ്കിൽ പലതരത്തിലുള്ള സ്ഥാപനങ്ങളുടെ, ദർസിൻ്റെ അല്ലെങ്കിൽ രോഗികളായ ആളുകളൊക്കെ പിരിവിനായിട്ട് വരാറുണ്ട്. നമ്മുടെ വീടുകളിൽ ഭൂരിഭാഗം ആളുകളും അങ്ങനെ വരുമ്പോൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളായിരിക്കും വീട്ടിലുണ്ടാവുക. നമ്മുടെ ഭാര്യമാര്, നമ്മുടെ ഉമ്മമാര് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ സ്ത്രീകളാണ് സ്വതക്ക കൊടുക്കുന്നത്. വീട്ടിലിപ്പോൾ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടാകും, എന്തെങ്കിലും പള്ളിയുടെ പിരിവിന് വന്ന ഒരു 50 രൂപ കൊടുക്ക്, അല്ലാത്ത നമുക്ക് പരിചയമില്ലാത്ത ആൾ വന്ന ഒരു 10 രൂപ കൊടുക്കുന്നൊക്കെ പറഞ്ഞ് ചില ഭർത്താക്കന്മാർ പൈസ ഏൽപ്പിച്ചിട്ടുണ്ടാകും ചില ഭാര്യമാരെ. അപ്പോൾ നമ്മുടെ വീട്ടിലിങ്ങനെ വരുമ്പോൾ ചില സ്ത്രീകളൊക്കെ വരും, ഒരു 2-3 സ്ത്രീകൾ ഒന്നിച്ച് ചേർന്നിട്ട് വരും. എന്തെങ്കിലും സഹായിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ അരി കൊടുക്കാറുണ്ട്, ചിലപ്പോൾ പഞ്ചസാര കൊടുക്കും. അങ്ങനെ പല രൂപത്തിലാണ് പല നാടുകളിലും പല പിരിവുകാർ, പല സ്വതക്ക സ്വീകരിക്കാൻ വേണ്ടി ആളുകൾ വരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ ഉമ്മമാരെ പ്രത്യേകം ശ്രദ്ധിക്കാൻ. നിങ്ങളായിരിക്കുമല്ലോ നിങ്ങളുടെ വീടുകളിൽ ആരെങ്കിലും പിരിവിനായിട്ടോ സ്വതക്കൊക്കെ ആയിട്ടോ വരുന്ന സമയത്ത് നിങ്ങളായിരിക്കും പൈസ കൊടുക്കുക. നിങ്ങളുടെ മനസ്സിൽ ആ സമയത്ത് ഒരു ദുആ നിങ്ങൾ കൊണ്ടുവന്നാൽ, നിങ്ങൾ കൊടുക്കുന്ന സ്വതക്കകൾ കൊണ്ട് നിങ്ങളുടെ മക്കളുടെ ദുസ്വഭാവം മാറും. ഇന്ന് ഒരുപാട് പേര് പരാതി പറയുന്നു, ഉസ്താദേ എൻ്റെ മകൻ നോമ്പ് പിടിക്കുന്നില്ല, അവൻ തറാവിഹ് നിസ്കരിക്കുന്നില്ല, അവൻ തറാവിഹ് പോയിട്ട് മറ്റ് ഫർദ് നിസ്കാരങ്ങൾ പോലും ശ്രദ്ധിക്കുന്നില്ല, അതായത് നോമ്പാണെന്നുള്ളൊരു ചിന്ത പോലും അവനിക്കില്ല. ഞാൻ ഒരുപാട് അവനെ ഉപദേശിച്ചു, ഞാൻ അവനോട് ഉപദേശിക്കുന്ന സമയത്ത് അവൻ എന്നോട് തർക്കിക്കുകയാണ്. അതുപോലെ തന്നെ വാപ്പമാര് മക്കളെ പറ്റി പരാതി പറയുന്നു, ഉമ്മമാര് പരാതി പറയുന്നു. ഇങ്ങനെ മക്കളുടെ ദുസ്വഭാവം എന്തുണ്ടോ അത് മാറാനുള്ള എളുപ്പ വഴി, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന സ്വതക്ക ഒരു 10 രൂപയാവട്ടെ, 5 രൂപയാവട്ടെ, ചിലപ്പോൾ കുറച്ച് അരി ആയിരിക്കും കൊടുക്കാറ്, അല്ലെങ്കിൽ പഴയ എന്തെങ്കിലും ഡ്രസ്സ് ഉണ്ടെങ്കിൽ അതായിരിക്കും കൊടുക്കുന്നത്. ചിലപ്പോൾ തേങ്ങ കൊടുക്കുന്ന ആളുകളുണ്ട്, ശർക്കര കൊടുക്കുന്ന ആൾ. അപ്പം അങ്ങനെ പല നാടുകളിലും അങ്ങനെയുണ്ട്. ഈ മലബാർ ഭാഗത്തൊക്കെ എൻ്റെ ശബ്ദം കേൾക്കുന്ന മലബാറിലുള്ള ഉമ്മമാരൊക്കെ ഉണ്ടാവുമല്ലോ, ഈ ഉൾനാടുകളിലൊക്കെ പിരിവിനായിട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ ഈ പഴയ വല്ലുമ്മമാരൊക്കെ ഇങ്ങനെ പിരിവിനായിട്ട് വരാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പൈസയേക്കാൾ കൂടുതൽ അവർക്ക് വേണ്ടത് അരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പഞ്ചസാരയോ തേങ്ങയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആയിരിക്കും. അപ്പം അങ്ങനെയൊക്കെ കൊടുക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ മുന്നിൽ വരുന്ന പാവപ്പെട്ട ആളുകൾക്ക് നമ്മൾ എന്താണോ സ്വതക്കയായി കൊടുക്കുന്നത്, പൈസയാവട്ടെ മറ്റ് സാധനങ്ങളാവട്ടെ, ആ സമയത്ത് ഒരു ചെറിയൊരു ദുആ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പറഞ്ഞാൽ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊണ്ടുവന്നാൽ, ആ കൊടുക്കുന്ന സ്വതക്കകൾ കൊണ്ട് ഒന്നാമത്തെ നേട്ടം നിങ്ങളുടെ മക്കളുടെ ദുസ്വഭാവം മാറും. ചില ഉമ്മമാര് കമന്റായി എഴുതാറുണ്ട്, ഭർത്താവിൻ്റെ ദുസ്വഭാവം, ഉസ്താദേ ഭർത്താവ് നോമ്പായിട്ടും വളരെ മോശപ്പെട്ട സ്വഭാവത്തിലാണ്, പലപ്പോഴും നോമ്പ് പിടിക്കുന്നില്ല, പലപ്പോഴും പള്ളിയിലേക്ക് പോകുന്നില്ല, അങ്ങനെ ഒരുപാട് വിഷമം പറയുന്ന ഉമ്മമാരുണ്ട്. അപ്പം അങ്ങനെ ഭർത്താവിൻ്റെ ദുസ്വഭാവം, മക്കളുടെ ദുസ്വഭാവം മാറാൻ, പിന്നെ ഭർത്താവിൻ്റെ കച്ചവടത്തിലൊക്കെ ഖൈറുണ്ടാവാൻ, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് അല്ലാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ ആപത്തുകൾ തട്ടിമാറ്റപ്പെടാൻ, അതുപോലെ എന്തെങ്കിലും ഒരു മാറാ രോഗങ്ങൾ അല്ലാഹു തആല വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാതെ, നമ്മുടെ കുടുംബത്തിൽ ഭവിക്കാതെ അതൊക്കെ തട്ടിമാറാൻ, അതുപോലെ തന്നെ നമ്മുടെ ഈമാൻ ഒന്ന് ഉറയ്ക്കാൻ, അങ്ങനെ ഈ ഒരു പറയപ്പെട്ട പ്രതിഫലങ്ങളൊക്കെ കിട്ടാൻ നിങ്ങൾ കൊടുക്കുന്ന സ്വതക്ക, ആ കൊടുക്കുന്ന പൈസ കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്താണോ സ്വതക്ക കൊടുക്കുന്നത്, ഹദിയ കൊടുക്കുന്നത്, ആ ഒരു സമയത്ത് ഒരൊറ്റ ദുആ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരണം.
ഏതാണ് ആ ദുആ എന്നറിയോ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വഹാബത്തെ, നിങ്ങൾ എന്തെങ്കിലും ഒരു സ്വതക്ക കൊടുത്താൽ, നിങ്ങൾ എന്ത് സ്വതക്ക എന്നല്ല, എന്ത് നല്ല കാര്യം ചെയ്താലും, നിസ്കാരം കഴിഞ്ഞ് അല്ലെങ്കിൽ ഖുർആൻ ഓതി കഴിഞ്ഞൊക്കെ നിങ്ങൾ ഒരു ദുആ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരണം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ദുആയാണ്. ഏതാണ് ആ ദുആ എന്നറിയോ? നമ്മൾക്ക് പറയാറുള്ള ദുആയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മകനാകുന്ന ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കഅബയുടെ പണി പൂർത്തീകരിച്ചതിന് ശേഷം അല്ലാഹ് പറഞ്ഞു കഅബ നിർമ്മിക്കാൻ. അപ്പോൾ അങ്ങനെ പൊട്ടിപ്പാളീസായി കിടക്കുന്ന പഴയ കല്ലുകളും പുതിയ കല്ലുകളൊക്കെ ചേർത്ത് മനോഹരമായി പരിശുദ്ധമായ കഅബ പണി പൂർത്തീകരിക്കുകയാണ്. ആ കഅബയുടെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞ് ഈ രണ്ട് പ്രവാചകന്മാരും കൂടി, ബാപ്പയും മകനും കൂടി ദുആ ചെയ്യുന്നു, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. ഈ ഒരൊറ്റ ദുആ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ഈ ഒരു ദുആ എൻ്റെ ഉമ്മമാരെ, നിങ്ങൾ എന്തെങ്കിലും ഒരു പൈസ ആർക്കെങ്കിലും ഒരു യതീംഖാനയുടെ പിരിവാവട്ടെ, അല്ലെങ്കിൽ ഒരു ദർസിൻ്റെ പിരിവാവട്ടെ, അറബിക് കോളേജിൻ്റെ പിരിവാവട്ടെ, അല്ലെങ്കിൽ റമദാൻ കിറ്റ് കൊടുക്കുന്നുണ്ട്, റമദാനിൽ കുറച്ച് റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, അതിലേക്ക് താത്ത എന്തെങ്കിലും ഒരു സംഭാവന തരണേ, അല്ലെങ്കിൽ കാക്ക എന്തെങ്കിലും ഒരു സംഭാവന തരണേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വീടുകളിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ തന്നെ അല്ലെ ക്യാൻസർ രോഗികൾ, മറ്റ് രോഗങ്ങൾ ബാധിച്ചവർ, അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി നമ്മളൊരു നോമ്പ് തുറ സംഘടിപ്പിക്കുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിരിവൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു സ്വതക്കയുടെ അല്ലെങ്കിൽ എന്തെങ്കിലും റിലീഫ് പ്രവർത്തനത്തിന്റെ ഒരു മെസ്സേജ് നമ്മുടെ ഫോണിൽ വന്നു, നമ്മൾ അതിലുള്ള ഗൂഗിൾ പേ നമ്പറിലേക്കോ അല്ലെങ്കിൽ പേടിഎം നമ്പറിലേക്കോ അല്ലെങ്കിൽ സ്കാനിങ്ങിലേക്കോ പൈസ അയച്ചു കൊടുക്കുന്നു, 100 രൂപ 200 രൂപയൊക്കെ അയച്ചു കൊടുക്കുന്ന സമയത്തും നമുക്ക് പറയാൻ പറ്റിയൊരു ദുആയാണ്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. പരിശുദ്ധമായ ഈ റമദാനിൽ, പരിപാവനമായ ഈ റഹ്മത്തിന്റെ പത്ത് നമ്മളിൽ നിന്നും വിട പറയാൻ ഒരുങ്ങുന്ന ഈ സമയത്ത് ഉമ്മമാരെ, ഇന്നും നാളെയും ഇനിയുള്ള ദിനങ്ങളിലും നമ്മുടെ വീട്ടിൽ ആരൊക്കെ സ്വതക്കൊക്കെ വേണ്ടി വരുന്നുണ്ടോ അവർക്കൊക്കെ നമ്മൾ എന്തെങ്കിലും പൈസ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ആ കൊടുത്തതിന് ശേഷം നമ്മൾ പറയണം എന്ത്? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ഈ ദുആ പറയാൻ മറന്നു പോകരുത്. ഈ ദുആ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? ആ കൊടുക്കുന്ന സ്വതക്കകൾ കൊണ്ട് നമുക്കെന്തെങ്കിലും അല്ലാഹു ആപത്ത് വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ ആപത്തുകൾ അല്ലാഹു തട്ടിമാറ്റുന്നതാണ്. മാറാ രോഗങ്ങൾ തടയപ്പെടുന്നതാണ്. നിങ്ങളുടെ ഭർത്താവിൻ്റെ രോഗങ്ങൾ മാറുകയും മക്കളുടെ പ്രയാസങ്ങൾ മാറുകയും ഭാര്യയുടെ രോഗങ്ങൾ മാറുകയും ഭർത്താവിൻ്റെയും മക്കളുടെയും കച്ചവടത്തിലും അവരുടെ പഠനത്തിലുമൊക്കെ റാഹത്തുണ്ടാവാൻ, സന്തോഷമുണ്ടാവാൻ. നമ്മുടെ മക്കൾ പരീക്ഷ എഴുതുന്ന കാലമാണ്. പല മക്കളുടെയും പരീക്ഷ കഴിഞ്ഞു, ഇനിയും പരീക്ഷകൾ വരാനിരിക്കുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു. ആ പരീക്ഷകളിൽ ഉന്നതമായ വിജയം എൻ്റെ മക്കൾക്ക് നീ കൊടുക്കണേ അല്ലാ എന്ന നല്ല നീയത്തോടു കൂടി നമ്മൾ കൊടുക്കുന്ന സ്വതക്ക, ആ സ്വതക്ക കൊടുത്തതിന് ശേഷം ഈ ഒരു ദുആ പറയണം. ദുആ ഏതാണ്? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ഈ ദുആ നമ്മൾ മറന്നു പോകരുത്. ആ ദുആയാണ് നമ്മൾ പറയേണ്ടത്. ഒരു മനുഷ്യൻ സ്വതക്ക കൊടുത്താൽ അവനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പറഞ്ഞാൽ അവൻ്റെ മരണം നന്നാകുമെന്നുള്ളതാണ്. സൂഉൽ ഖാത്തിമയെ തൊട്ട് അല്ലാഹു കാക്കുകയും ഹുസ്നുൽ ഖാത്തിമ തരും, നല്ല മരണം തരും, ഉറപ്പാണ്. രണ്ടാമത്തേത്, അവനിക്ക് ദീർഘായുസ് അല്ലാഹു തആല തരുമെന്നാണ്. ആയുസ് അല്ലാഹു ദീർഘിപ്പിച്ച് തരും. ഇപ്പൊ നമ്മൾ എപ്പോഴാണോ മരിക്കുന്നതെന്ന് അല്ലാഹു എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്താലും ആ ഒരു ഡേറ്റിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറൂല. പക്ഷേ അള്ളാഹുവിന് അങ്ങനെ ഡേറ്റ് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ 2 കാര്യം. ഒന്ന് ദുആയാണ്, രണ്ടാമത്തേത് സ്വതക്കയാണ്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, ഞാൻ ആ ചരിത്രം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, എന്നാലും ഞാൻ അത് ഓർമ്മപ്പെടുത്തുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു വലിയ സമ്പന്നനാണ്, കച്ചവടക്കാരനാണ്. നബി തങ്ങളുടെ അടുക്കൽ വന്നു, നബിയെ ഞാൻ കച്ചവടത്തിന് പോകുന്നു, ദുആരക്കണം. അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞു, നിനക്ക് വേണ്ടി ഞാൻ ദുആരക്കാം, നീ കച്ചവടത്തിന് പോ. അങ്ങനെ അബ്ദുറഹ്മാൻ ഔഫ് തങ്ങൾ കച്ചവടത്തിനായി പോയി. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞു, നബിയെ ആ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ഈ ഒരു യാത്രയിൽ മരണപ്പെടും, തിരിച്ചു വരൂല. നബി തങ്ങൾക്ക് ഭയങ്കര സങ്കടമായി, ഒരുപാട് ദുഃഖമായി. 2
2 മാസം കഴിഞ്ഞപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ കച്ചവടം ചെയ്ത് ഒരുപാട് ലാഭവുമായിട്ട് മദീനയിലേക്ക് വന്നു. നബി തങ്ങൾക്ക് അത്ഭുതമായി. 2 മാസം മുമ്പ് ജിബ്രീലാണ് വന്ന് പറഞ്ഞത് ഈ യാത്രയിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ മരണപ്പെടുമെന്ന്. ഇത് ജീവനോടെ വന്നിരിക്കുന്നു, ഇതെന്തൊരു അത്ഭുതമാണ്. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നബിയെ സത്യമായിരുന്നു, പക്ഷേ ഈ യാത്രയിൽ മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളുടെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായി. ആ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അല്ലാഹു തആല മഹാനവറുകൾക്ക് ആയുസ് അല്ലാഹു ദീർഘിപ്പിച്ചു കൊടുത്തു എന്നാണ്. എന്താ സംഭവം? ഇങ്ങനെ യാത്ര പോകുന്ന സമയത്ത് രാത്രിയായി, മരുഭൂമിയിലാണ്, ആരുമില്ല. അവിടെ മഹാനവറുകൾ തമ്പടിച്ചു. കൂടെ 2-3 സ്വഹാബിമാരുണ്ട് കൂട്ട് കച്ചവടത്തിനായിട്ടുള്ള. അപ്പോൾ അവരിങ്ങനെ തമ്പടിച്ചപ്പോൾ ദൂരെ ഒരു ചെറിയ കുടിൽ, അതിലൊരു വിളക്ക് കത്തുന്നു. മഹാനവറുകൾ അങ്ങോട്ട് ചെന്നു നോക്കുമ്പോൾ ഒരു വയസ്സായ ഉമ്മ തുന്നിക്കൊണ്ടിരിക്കുന്നു വസ്ത്രം. ആ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഞങ്ങൾ നിസ്കരിച്ചിട്ട് വരാം, ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ഗോതമ്പ് പൊടിയുണ്ട്, കുറച്ച് ഒലിവ് ഓയിലുണ്ട്, ഇത് രണ്ടും വെച്ച് ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുമോ? ഉമ്മ പറഞ്ഞു, നിങ്ങൾ പോയി നിസ്കരിച്ചിട്ട് വാ, ഞാൻ ഭക്ഷണം ഉണ്ടാക്കി വെക്കാം. ആ സ്വഹാബിമാര് നിസ്കരിക്കാൻ പോയി. ആ ഉമ്മ ഭക്ഷണം ഉണ്ടാക്കുകയാണ്. തിരിച്ചു വന്ന സമയത്ത് അത്ഭുതപ്പെട്ടു പോയി. ആ ഉമ്മ ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി നിരത്തി വെച്ചിരിക്കുകയാണ്, പാചകം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ സ്വഹാബിമാര് ചോദിച്ചു, ഉമ്മ നിങ്ങൾക്ക് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രമാത്രം ഭക്ഷണം ഉണ്ടാക്കാൻ എങ്ങനെ പറ്റി? ആ സമയത്ത് ആ ഉമ്മ പറഞ്ഞു, മക്കളെ, ഞാൻ മാത്രമല്ല എൻ്റെ വീട്ടിലുള്ളത്. ഈ വീട്ടിൽ എൻ്റെ 2 പെൺമക്കളുണ്ട്. അവർ 2 പേരും യതീമത്താണ്. എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി, ഞാൻ വിധവയാണ്. എൻ്റെ ഈ മക്കൾ വിവാഹം കഴിക്കാതെ ഇവിടെ നിൽക്കുകയാണ്. ആരും ഇവരെ വിവാഹം കഴിക്കാൻ വരുന്നില്ല. കാരണം സമ്പത്തില്ല, സൗന്ദര്യം കുറവാണ്, തറവാട് മഹിമ കുറവാണ്. ആ സമയത്ത് തന്നെ മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ ചോദിച്ചു തൻ്റെ കൂടെയുള്ള സ്വഹാബിമാരോട്, നിങ്ങളിൽ ആർക്കാണ് ഈ 2 പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ താല്പര്യമുള്ളത്? 2 സ്വഹാബിമാർ കൈപൊക്കി. അവർ മുന്നോട്ട് വന്നു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇവരെ വിവാഹം ചെയ്യാം. അപ്പോൾ ആ സ്വഹാബിമാരെ പറയുകയാണ്, തങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഇവർക്ക് കൊടുക്കാനുള്ള മഹറില്ല. ഉടൻ തന്നെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളെ തൻ്റെ പോക്കറ്റിൽ നിന്നും ദിർഹമുകൾ, ദീനാറുകൾ എടുത്ത് ആ സ്വഹാബിമാരുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഈ പൈസ നിങ്ങൾ അവർക്ക് മഹറായി കൊടുത്ത് അവരെ നിങ്ങൾ നിക്കാഹ് ചെയ്യുക. അങ്ങനെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ കൊടുത്ത പൈസ അത് മഹറായിട്ട് ആ പാവപ്പെട്ട യതീമത്തായ മക്കൾക്ക് കൊടുത്ത് അവരവരെ വിവാഹം കഴിച്ചു എന്നാണ്. ഈ ഒരൊറ്റ കാര്യം തൻ്റെ സ്വന്തം കീശയിൽ നിന്നെടുത്ത് പാവപ്പെട്ട യതീം കുട്ടികൾക്ക് സ്വതക്ക കൊടുത്തു, അതുപോലെ തന്നെ മഹറായിട്ട് കൊടുത്തു. അതിൻ്റെ പ്രതിഫലം കൊണ്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ ആ യാത്രയിൽ മരിക്കേണ്ടവനായിരുന്നു. പക്ഷേ അല്ലാഹു തആല ആയുസ് ദീർഘിപ്പിച്ചു കൊടുത്തു എന്നാണ്. എന്നോട് തന്നെ ഒരു സഹോദരൻ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ റമദാനിൽ അദ്ദേഹം എറണാകുളം എൻ്റെ പള്ളിയിൽ ഒരു ദുഹർ നമസ്കാരത്തിന് ശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറച്ച് പാവപ്പെട്ട ആളുകൾ നിൽക്കുന്നത് കണ്ടു. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പൈസ കൊടുത്ത് അദ്ദേഹം മെയിൻ റോഡിലേക്ക്, ഇവിടെ മറൈൻ ഡ്രൈവ് ഉണ്ട്, നിങ്ങൾക്കറിയാം എറണാകുളം സെൻട്രലിലാണ് മറൈൻ ഡ്രൈവ്, ജനറൽ ഹോസ്പിറ്റലിൻ്റെ ഒക്കെ ഭാഗത്ത് അദ്ദേഹം റോഡ് മുറിച്ചു കിടക്കുന്ന സമയത്ത് ഒരു ജീപ്പ് വളരെ വേഗത്തിൽ വരികയാണ്. വളരെ വേഗത്തിൽ വന്ന് അദ്ദേഹത്തെ തട്ടിയില്ലാന്ന്, അതായത് കണ്ടു നിന്ന് എല്ലാവരും തലയിൽ കൈവച്ച് പറഞ്ഞു, ഓ അയാൾ മരിച്ചിട്ടുണ്ടാകുമെന്ന്. പക്ഷെ ജീപ്പ് കടന്നുപോയി. അദ്ദേഹം സുന്ദരമായി അപ്പുറത്തേക്ക് കടന്നുപോയി. അദ്ദേഹം പറഞ്ഞു, ആ ഉസ്താദെ, ഞാൻ എൻ്റെ പള്ളിയിൽ നിന്നും ദുഹർ നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ കൊടുത്ത സ്വതക്കയുടെ ഒരൊറ്റ ഫലമാണ്, എനിക്കത് മാത്രമേ ഉള്ളൂ, ഒരൊറ്റ ഫലമാണ് ഞാൻ ഇന്നും ജീവനോടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്നേ മരണപ്പെട്ടു പോയേനെ. കാരണം ആ ജീപ്പ് അത്രമാത്രം വേഗത്തിൽ, ആ ഡ്രൈവർ പോലും തലയിൽ കൈവച്ചു പോയി. എൻ്റെ ദൈവമേ, ഞാൻ അയാളെ ഇടിച്ചല്ലോ എന്ന് ഓർത്തുപോയി. പക്ഷെ അദ്ദേഹത്തിന് ഒന്നും പറ്റിയില്ലെന്നാണ്. അത് അള്ളാഹുവിൻ്റെ ഒരു കാവലാണ്. അതിൻ്റെ കാവലിൻ്റെ കാരണം ഒരു പക്ഷേ ഈ സ്വതക്കയാവാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ആപത്തുകൾ, മുസീബത്തുകൾ തടയാൻ ഈ സ്വതക്ക കാരണമാണ്. അതുപോലെ അള്ളാഹുവിൻ്റെ ദേഷ്യത്തെ തൊട്ടുള്ള കാവലുണ്ടാകും. നമ്മുടെ കുടുംബത്തിൽ ഖൈറുണ്ടാകും. വീട്ടിൽ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇങ്ങനെ സന്ദർശനം നടത്തുന്നതാണ്. ഒരു മനുഷ്യൻ സ്വതക്ക കൊടുത്താൽ അവൻ്റെ ചുറ്റുഭാഗത്തും 70 മലക്കുകൾ ഉണ്ടാകുമെന്നാണ്. 70 മലക്കുകൾ. കാരണം ഇവൻ സ്വതക്ക കൊടുക്കുന്ന സമയത്ത് ഇവനെ പൊതിയാൻ, അതായത് ഒരാളിങ്ങനെ പൈസ കൊടുക്കുന്ന, സ്വതക്ക കൊടുക്കുന്ന സമയത്ത് 70 ശൈത്താന്മാർ വന്നിട്ട് പറയും, കൊടുക്കല്ലേടാ, കൊടുക്കല്ലേ, പൈസ കൊടുക്കല്ലേ, തീർന്നു പോകും, മക്കൾക്ക് ട്യൂഷൻ ഫീസ് അടക്കാനുള്ളതാണ്, കറണ്ട് കാശ് അടക്കാനുള്ളതാണ്, നീ കൊടുക്കല്ലേന്ന് പല വസുവാസുകൾ ഉണ്ടാക്കാൻ ശൈത്താന്മാർ വരുന്ന സമയത്ത് 70 മലക്കുകൾ വന്ന് ആ ശൈത്താന്മാർ ഓടിക്കുമെന്നാണ്. അപ്പോൾ 70 മലക്കുകളുടെ സംരക്ഷണത്തിലായിരിക്കും ആ സ്വതക്ക കൊടുത്ത മനുഷ്യനുണ്ടാവുക. അപ്പോൾ സ്വതക്ക കൊടുത്താൽ ഇത്രമാത്രം പ്രതിഫലമാണ്. പ്രത്യേകിച്ച് റമദാൻ മാസം റഹ്മത്തിൻ്റെ 10 വിട പറയാൻ ഒരുങ്ങുകയാണ്. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അത് കൊടുക്കുന്ന സമയത്ത് നല്ല നിയ്യത്തുണ്ടാവണം. ഒരൊറ്റ ദുആ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ഈ ഒരു ദുആ നമ്മൾ മറന്നു പോകരുത്. പിന്നെ സ്വതക്ക കൊടുക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന ചില അബദ്ധങ്ങളുണ്ട്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അതായത് നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഒരു പിരിവുകാരൻ വന്നാൽ, എന്തെങ്കിലും പിരിവാവട്ടെ,
ഇപ്പോൾ ചിലപ്പോൾ ഒരുപാട് തട്ടിപ്പുണ്ട് കേട്ടോ, ഒരുപാട് തട്ടിപ്പുകളുണ്ട്. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പർദ്ദയിട്ട് ചിലപ്പോൾ തൊപ്പിയൊക്കെ വെച്ചിട്ട് നമ്മുടെ മുമ്പിൽ അസ്സലാമു അലൈക്കും ഇത്ത എന്തെങ്കിലും തരണേ, അവരാകെ പഠിച്ചു വെച്ചിട്ടുള്ള ഡയലോഗ് അതാണ്. അസ്സലാമു അലൈക്കും ഇത്ത അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും ഇക്ക എന്തെങ്കിലും തരണേ, സ്വതക്ക തരണേ, സഹായിക്കണേ. അവർക്ക് ആകെ അറിയാവുന്ന മലയാളം അതാണ്, എന്തെങ്കിലും തരണേ, സ്വതക്ക. തട്ടിപ്പുമായിട്ട് ആളുകൾ വരാറുണ്ട്. അല്ലാതെ യാഥാർത്ഥ്യമായ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ദുഃഖങ്ങളുള്ള, രോഗങ്ങളുള്ള, പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആളുകളും നമ്മുടെ വീട്ടിൽ വരാറുണ്ട്. അപ്പോൾ ആര് വന്നാൽ തട്ടിപ്പാണെങ്കിൽ നമുക്കത് മനസ്സിലായാൽ പിന്നെ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ അതല്ലാതെ വരുമല്ലോ അല്ലേ, നമുക്കറിയില്ല. ഒരുപാട് പേര് വരാറുണ്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ടാകും. അപ്പോൾ അവർക്ക് നമ്മൾ എന്തെങ്കിലും ഒരു സ്വതക്ക കൊടുക്കുന്ന സമയത്ത് ഈ ദുആ മറന്നു പോകരുത്. അതോടൊപ്പം തന്നെ പല ആളുകളും ചെയ്യുന്ന പരിപാടി എന്തെന്നറിയോ, നമ്മുടെ വീട്ടിൽ 10 രൂപയുടെ നോട്ടുണ്ട്. ആ 10 രൂപയുടെ നോട്ടിൽ ഒരു നോട്ട് കീറിയ നോട്ടാണ്. കീറിയിട്ട് നമ്മൾ ഈ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ തൊട്ടാൽ കീറിപ്പോകുന്ന തരത്തിലുള്ള നോട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊന്ന് മടക്കി വെച്ചിട്ട് ആരെങ്കിലും പിരിവില വരുമ്പോൾ അയാൾക്ക് കൊടുക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ സ്വതക്ക കൊടുക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്നും അത് പോകുന്ന പൈസയല്ല, അത് നമുക്ക് തിരിച്ചു വരുന്ന പൈസയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ആഖിറത്തിലെങ്കിലും അത് തിരിച്ചു വരുന്ന പൈസയാണ്. അപ്പോൾ സ്വതക്ക കൊടുക്കുന്ന നോട്ട് ഒരിക്കലും കീറിപ്പറഞ്ഞ നോട്ട്. നമ്മൾ പല ആളുകളും കീറിയ നോട്ടുകൾ പോക്കറ്റ് വെച്ചിരിക്കുക, ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എടുത്തു കൊടുക്കാൻ. അങ്ങനെയല്ല. പഴയ നോട്ടുകളോ കീറിയ നോട്ടുകളോ അല്ല സ്വതക്ക കൊടുക്കേണ്ടത്, നല്ല നോട്ട് തന്നെ കൊടുക്കണം. കാരണം അത് നമ്മൾ സ്വർഗത്തിലേക്ക് നമ്മൾ ടിക്കറ്റ് വാങ്ങുന്ന നോട്ടുകളാണ്. സ്വർഗത്തിലേക്കുള്ള നമ്മുടെ പാസ് വാങ്ങുന്ന, നമ്മുടെ സീറ്റ് നമ്മൾ ഉറപ്പിക്കുന്ന നോട്ടാണത്. അപ്പം അതുകൊണ്ട് നല്ല നോട്ട് തന്നെ കൊടുക്കണേ. പിന്നെ കൊടുക്കുന്ന സമയത്ത് പല ആളുകളും പ്രാഗിക്കൊണ്ട് കൊടുക്കുന്നു. ഒന്ന് ഒഴിഞ്ഞു പോട്ടെ, ശല്യം, ഇങ്ങനെ ബെല്ലടിച്ചുകൊണ്ടിരിക്കുന്നു, ഒഴിഞ്ഞു പോ, ഇനി മേലെ വന്നു പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും സ്വതക്ക കൊടുക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ചെയ്യരുതേ. നല്ല മനസ്സോടെ ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് വേണം കൊടുക്കാൻ. ചിലപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന സ്വതക്ക ആ വാങ്ങുന്ന ആള് ചിലപ്പോൾ അർഹതയില്ലാത്തവനാവാം. അവൻ സ്വതക്ക വാങ്ങാൻ അർഹതയില്ലാത്തവനാവാം, തട്ടിപ്പാവാം. പക്ഷെ നമുക്കറിയില്ലല്ലോ അത് തട്ടിപ്പാണെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത് സ്വതക്ക വാങ്ങാൻ അർഹനാണ് പടച്ചോനെ, ഞാനിതാ കൊടുക്കുന്നു ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് നല്ല നിയ്യത്തിൽ ബിസ്മി പറഞ്ഞ് നമ്മൾ കൊടുത്താൽ നമ്മൾ ആ കൊടുത്തതിൻ്റെ പ്രതിഫലം കിട്ടും. പാവപ്പെട്ടവനെ സഹായിച്ചതിൻ്റെ പ്രതിഫലം കിട്ടും, ആ ബിസ്മി പറഞ്ഞതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് സ്വതക്ക കൊടുക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറയണം. അതുപോലെ കീറി പറഞ്ഞ നോട്ടൊന്നും കൊടുക്കല്ലേ. നമുക്ക് എല്ലാതും നല്ല നോട്ട് കൊടുക്കുക, എല്ലാം നല്ല പൈസ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ പല ആളുകളും കാണിക്കാൻ വേണ്ടി, എൻ്റെ മുന്നിൽ വന്ന പാവപ്പെട്ടവനെ ഞാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ചില ആളുകൾ പോക്കറ്റിൽ നിന്നും ഇങ്ങനെ പൈസ എടുത്ത് ഇങ്ങനെ 100ൻ്റെ നോട്ടാണെങ്കിൽ ഇങ്ങനെ ഒന്ന് വീശിയൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ കൊടുക്കുന്ന ആൾ. അങ്ങനെ കൊടുക്കല്ലേ. കാരണം ഏതായാലും നമ്മൾ സ്വതക്ക കൊടുക്കുന്നു, അത് മറ്റുള്ളവരെ കാണിക്കാനല്ല, അള്ളാഹ് അറിയാനാണ്. അതുകൊണ്ട് കൊടുക്കുന്ന സമയത്ത് ആരും കാണുന്ന ഒരു രൂപത്തിലല്ല. ജനങ്ങളുടെ മുന്നിൽ വെച്ചാണ് വന്നതെങ്കിൽ നമ്മളിപ്പോൾ കൊടുക്കുന്ന സമയത്ത് ആളുകൾ കാണും. പക്ഷെ ആ സമയത്ത് പടച്ചോനെ ഇത് നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഞാൻ കൊടുത്തത് എന്ന നല്ല ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. ഒരിക്കലും റിയാ ഉണ്ടാവരുത്, ലോകമാന്യത. ഇതെല്ലാവരും ഒന്ന് കാണട്ടെ. ഹാജിയാരായ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാനൊന്നും കൊടുത്തില്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും, അതുകൊണ്ട് എല്ലാവരും അറിയട്ടെ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു നിയ്യത്തിലല്ല നമ്മൾ പൈസ കൊടുക്കേണ്ടത്. പിന്നെ ചില ആളുകളുണ്ട്, നമ്മുടെ വീട്ടിൽ 2-3 ആളുകൾ ഒന്നിച്ച് ചിലപ്പോൾ വന്നാൽ ഒരു 10 രൂപ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു 5 രൂപയുടെ നോട്ട് കൊടുത്തിട്ട് അല്ലെങ്കിൽ തുട്ട് പൈസ കൊടുത്തിട്ട് ഇതെല്ലാവരും കൂടെ വീതിച്ചെടുത്തോ എന്ന് പറയും. 1 രൂപ വെച്ചാണ് എല്ലാവരും എടുക്കുന്നത്. അങ്ങനെ ഒരു പിശുക്കത്തരം കാണിക്കേണ്ട ഒരു മാസമല്ല റമദാൻ. നമ്മൾ അള്ളാഹിനോട് റഹ്മത്ത് ചോദിക്കുന്നില്ല, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ എന്ന് ചോദിക്കുന്നില്ലേ? അപ്പോൾ അള്ളാഹു തആല നമുക്ക് പിശുക്കിയാണോ റഹ്മത്ത് ചെയ്യുന്നത്? അല്ലല്ലോ. അള്ളാഹു അവൻ്റെ റഹ്മത്തിൽ ഒരുപാട് റഹ്മത്തുണ്ട്, അത് മുഴുവനും നമുക്ക് തരാൻ തയ്യാറാണ്. പക്ഷെ നമ്മൾ ചോദിക്കാത്തതിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യും. പരിശുദ്ധമായ റമദാനിൽ നമ്മൾ ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർളിൻ്റെ കൂലിയാണ് പടച്ചോൻ തരുന്നത്. അള്ളാഹു ഇരട്ടിയാണ് തരുന്നത്. ഒരു ഫർള് ചെയ്താൽ 70 ഫർളിൻ്റെ കൂലിയേ തരൂ എന്നൊന്നുമില്ല കേട്ടോ. അത് നമ്മുടെ പുറത്തിങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന നോട്ടീസാണ്. എന്ത്? ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർദിൻ്റെ കൂലി, ഒരു ഫർദ് ചെയ്താൽ 70 ഫർദിൻ്റെ കൂലി എന്ന് പുറത്തൊട്ടിച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷെ ഉള്ളിലേക്ക് വന്നാൽ അള്ളാഹു വിശാലമാണ്. ചിലപ്പോൾ ഒരു സുന്നത്ത് ചെയ്താൽ തന്നെ 700 ഫർദിൻ്റെ കൂലി, 7000 ഫർദിൻ്റെ കൂലി തരുന്നതിന് അള്ളാഹു തടസ്സമുണ്ടോ? അള്ളാഹു അല്ലേ എല്ലാം നമുക്ക് തരുന്നത്. അപ്പോൾ അള്ളാഹ്ക്ക് അങ്ങനെ ഒരു പിശുക്കത്തരമില്ല. പക്ഷെ മനുഷ്യനെ നമുക്കാണ് പിശുക്കത്തരമുള്ളത്. അപ്പം അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ സ്വതക്കൊക്കെ വരുമ്പോൾ കൊടുക്കുന്നത് ചെറുതാവട്ടെ വലുതാവട്ടെ നല്ല നെയ്യത്തോടു കൂടി കൊടുക്കണം. പഠിച്ചോനെ, എൻ്റെ മക്കളുടെ കാര്യം, അതുപോലെ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം, അതുപോലെ എൻ്റെ കച്ചവടം, എൻ്റെ വീട്, അതുപോലെ തന്നെ എൻ്റെ മക്കളുടെ പഠനം, എൻ്റെ രോഗങ്ങൾ, അതൊക്കെ മാറി എല്ലാം റാഹത്തിലാവണം, സന്തോഷത്തിലാവണം, നല്ല നെയ്യത്തിൽ കൊടുക്കുക. അല്ലാഹുവേ, ഞങ്ങളുടെ സദസ്സിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾക്ക് ദുനിയാവിലും നാളെ ആഖിറത്തിലും ഉപകാരം
ഉപകാരപ്പെടുന്ന കാര്യങ്ങളാക്കണേ അല്ലാ. ഞങ്ങളോട് ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെയും ഞങ്ങളുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ റഹ്മാനെ. രോഗങ്ങൾ മാറ്റണേ അല്ലാ, പ്രയാസങ്ങൾ പ്രതിസന്ധികൾ മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ, ഈ റമദാനിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല കർമ്മങ്ങളും നീ സ്വീകരിക്കണേ റഹ്മാനെ. പ്രയാസ പ്രതിസന്ധികൾ മാറ്റിത്തരണേ അല്ലാ. ഞങ്ങളുടെ ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അല്ലാഹു നമ്മുടെ ഈ ജീവിതത്തിൽ എല്ലാവിധ സമാധാനവും റാഹത്തും തരട്ടെ, എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാളെ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.